സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ പ്രവചനങ്ങൾ, കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ നടത്തിയ പ്രവചനങ്ങളെക്കുറിച്ച് ഞാൻ ഒരു റിവ്യൂ നടത്തിയിരുന്നു. അതിൽ ഞാൻ പറഞ്ഞു എനിക്കാകെ തെറ്റുപറ്റിയത് തിരുവനന്തപുരം മണ്ഡലത്തിന് മാത്രമാണ്. അവിടെ ഞാൻ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് തുടക്കം തൊട്ട് പറയായിരുന്നു. പൂരം എഫക്ട് ചെയ്തെങ്കിൽ സുരേഷ് ഗോപി ജയിക്കും, ഇല്ലെങ്കിൽ അദ്ദേഹം പരാജയപ്പെടും എന്ന് പറഞ്ഞു. ആലത്തൂർ മാത്രമാണ് LDF കിട്ടുന്ന മണ്ഡലം എന്നും ഞാൻ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. അത് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമുള്ള കാര്യം, ഞാൻ വേറെ കാര്യം പറഞ്ഞിരുന്നു. ഈ രാജ്യസഭാ സീറ്റുമായിട്ട് ബന്ധപ്പെട്ട് 3 സീറ്റ് ഒഴിവായിരുന്നു. എളമരം കരീമിന്റെ, ബിനോയ് വിശ്വത്തിന്റെ, അതേപോലെ ഇവരെ UDFന്റെ ഒരു സീറ്റ് ആരായിരുന്നു, ഞാൻ മറന്നുപോയി. ഓക്കെ, ഈ സീറ്റുകളിൽ 2 ഇടതുമുന്നണിക്ക് കിട്ടുമ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ CPMന്റെ സിറ്റിംഗ് സീറ്റാണ്. CPM എന്ന് പറയുന്ന വലിയേട്ടൻ പാർട്ടി ഇക്കാലം വരെ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് മുന്നണിയിലെ മറ്റ് ചെറു ഘടകകക്ഷികളുടെ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ 2009 കോഴിക്കോട് സ്ഥിരമായി മത്സരിച്ചിരുന്ന MD വീരേന്ദ്രകുമാറിന്റെ സീറ്റ് പിടിച്ചെടുത്തു. അങ്ങനെയാണ് വീരേന്ദ്രകുമാർ മുന്നണി വിട്ടുപോകുന്നത്. അതേപോലെ 99 RSPയുടെ കൊല്ലം സീറ്റ് പിടിച്ചെടുത്തു. അതിന്റെ ഭാഗമായിട്ടുള്ള വൈരാഗ്യ ബുദ്ധിയിലാണ് അവർ പിന്നീട് 2011 മുന്നണി വിട്ടുപോകുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പല പാർട്ടിയുടെ CPIയുടെ പൊന്നാനി സീറ്റ്, CPI സ്ഥിരമായി മത്സരിക്കുന്ന പൊന്നാനി സീറ്റ് 2009 ഇവർ പിടിച്ചെടുത്തതാണ്. അതിൽ വെളിയം ഭാർഗവും വാശി പിടിച്ചതുകൊണ്ടാണ് പകരം വയനാട് സീറ്റ് കൊടുക്കേണ്ടി വന്നത്. ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി, അത് മാത്രമല്ല വീരേന്ദ്രകുമാർ പോയതിനു ശേഷവും കോട്ടയം സീറ്റിൽ 2014 കൃത്യമായിട്ട് വർഷം എനിക്ക് തെറ്റിപ്പോയാൽ ക്ഷമിക്കണം നിങ്ങൾ, അവിടെ മാധുരി തോമസ് നടത്തിയിട്ടുണ്ട്. വീരേന്ദ്രകുമാറിനോട് വിഘടിച്ച് ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ. പക്ഷേ ആ അപ്രമാദിത്വം ഇനി നടക്കില്ല. ഘടകകക്ഷികൾ സ്ട്രോങ് ആവും, അവർക്ക് കൊടുക്കേണ്ടത് കിട്ടേണ്ടി വരും, CPM ത്യാഗം ചെയ്യേണ്ടി വരും എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നതാണ്. പുത്രത്ത് ദിനേശനെ രാജ്യസഭയ്ക്ക് അയക്കാനായിരുന്നു നമ്മുടെ അപ്പമാഷ താല്പര്യം. അതേസമയം തന്നെ രാകേഷിനെ വീണ്ടും രാജ്യസഭയ്ക്ക് പണ്ട് വിട്ട പോലെ വിടണമെന്നായിരുന്നു നമ്മളെ കാരണഭൂതന്റെ താല്പര്യം. ഇത് രണ്ടും പൊളിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. CPI വിട്ടുവീഴ്ചയില്ല. ജോസ് കെ മാണിയും കടുത്ത തീരുമാനത്തിലേക്ക് പോയി. മണി ഗ്രൂപ്പ് അവരില്ലെങ്കിൽ UDFിനൊപ്പം തിരിച്ചു പോകുന്നുള്ള അവസ്ഥയെത്തി. അവർക്ക് ഇനിയിപ്പോൾ വേണമെങ്കിൽ BJPയുടെ ഒപ്പം ചേരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ജോർജ് കുര്യന് ശേഷം കേരളത്തിലുള്ള ഏറ്റവും വലിയ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ഒരു ഐക്കോണിക് ഫിഗറായിട്ട് ജോസ് കെ മാണിക്ക് മാറാൻ പറ്റും. PC ജോർജിന്റെ മാതിരിയല്ല. അവർക്ക് 5 MLA-മാരുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ റോഷി അഗസ്റ്റിൻ സംഭവിക്കും എന്നുള്ളതാണ് അറിയാനുള്ളത്. പക്ഷേ കാരണം റോഷി അഗസ്റ്റിന് മന്ത്രിസ്ഥാനം വിട്ടുപോകാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ റോഷി അഗസ്റ്റിനും 2 വർഷമേ മന്ത്രിസ്ഥാനമുള്ളൂ. അത് കഴിഞ്ഞാൽ നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തോ ഇപ്പുറത്തോ പോണ്ടി വരുന്നുള്ള തിരിച്ചറിവുണ്ടാവും എന്നുള്ളത് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, ഒന്ന്, CPI ആ സീറ്റ് നിർബന്ധമായും വിട്ടുവീഴ്ച ചെയ്യില്ല, CPIക്ക് ആ സീറ്റ് കൊടുക്കേണ്ടി വരും. 2, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ആ സീറ്റ് CPMന്റെ കയ്യിലുള്ള സീറ്റ്, CPIയുടെ സീറ്റ് CPIക്ക് കൊടുക്കുന്നു. അവർക്ക് ഇവരെ സീറ്റല്ല. CPMൽ പ്രതിനിധീകരിക്കുന്ന ആ സീറ്റ് എളമരം കരീമിന്റെ സീറ്റ് അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കൊടുക്കേണ്ടി വരും. കൊടുത്തിട്ടില്ലെങ്കിൽ ഇവർ വലിയൊരു ഐഡന്റിറ്റി ക്രൈസിസിലേക്ക് പോകും. നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിരുന്നു. ആദ്യമായിട്ടാണ് ഈ വലിയേട്ടൻ പാർട്ടി സറണ്ടർ ചെയ്യുന്നത് ഘടകകക്ഷികളുടെ മുമ്പിൽ. മറ്റേത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിന്നാൽ മതി, ഇല്ലെങ്കിൽ കടക്ക് പുറത്തുനിന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന. ഇപ്പം എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് പോലെയുള്ള ഈർക്കിലി പാർട്ടിയുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് CPM എത്തി എന്ന് പറഞ്ഞാൽ ആ പാർട്ടി എത്രത്തോളം അധപതിച്ചു എന്നുള്ളത് തിരിച്ചറിയണം. മാത്രമല്ല, ഞാൻ പറഞ്ഞിരുന്നു സുനീറിനെയാണ് ഞാൻ എന്റെ പേജിലല്ല പറഞ്ഞിരുന്നത്, തോന്നുന്നു ഞാൻ ചെയ്യുന്ന ചാനൽ സ്മാർട്ട് പിക്സ് ചാനലിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സ്റ്റോറിക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സുനീറിനെയാണ് രാജ്യസഭയ്ക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അത് CPIക്ക് ആത്മഹത്യാപരമായിട്ടുള്ള തീരുമാനമാണ്. കാരണം CPIക്കകത്തെ ഏറ്റവും വലിയ ജനകീയനല്ലാത്ത ഒരാളാണ് സുനീർ. കാനൻ രാജേന്ദ്രനും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ കാനൻ രാജേന്ദ്രൻ ഇത്ര സീനിയർ നേതാവായിട്ട് ഒരിക്കൽ പോലും മന്ത്രിയോ ഒന്നും ആയിട്ടില്ല. പണ്ട് ഏതോ കാലത്ത് നിയമസഭയ്ക്ക് മത്സരിച്ച് ജയിച്ചത് ചരിത്രമല്ലേ ഉള്ളൂ. മരിച്ചുപോയി നിർത്തിയിട്ട് നമുക്ക് ഫാക്ട് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഹിറ്റ്ലർ മരിച്ചുപോയി നിർത്തി നമ്മൾ ഹിറ്റ്ലറെ കുറിച്ച് നമുക്ക് വിശുദ്ധനാക്കാൻ പറ്റുമോ? അങ്ങനത്തെ അക്രമ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയെന്നുള്ള അഭിപ്രായത്തിലല്ല. പക്ഷെ അദ്ദേഹം ആ സംഘടനയെ പിടിച്ചെടുത്ത രീതിയും ആ സംഘടനയ്ക്കകത്ത് ഇംപ്ലിമെന്റ് ചെയ്ത വലതുപക്ഷ രാഷ്ട്രീയവും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കണ്ടേ? ഇപ്പോഴത്തെ പിണറായി വിജയന് പറ്റിയ ആളായിരുന്നു കാനൻ രാജേന്ദ്രൻ. അതേസമയം വെളിയം ഭാർഗവൻ അങ്ങനെ ആയിരുന്നില്ല. വെളിയം ഭാർഗവന് യോജിപ്പുണ്ടായിരുന്നത് VS അച്യുതാനന്ദനായിട്ടാണ്. കാരണം VS കമ്മ്യൂണിസ്റ്റ് ബോധമുള്ള ആളാ, വെളിയം ഭാർഗവന് കമ്മ്യൂണിസ്റ്റ് ബോധം ഉണ്ടായിരുന്ന ആളാ. അവരെ കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള മൈൻഡിലാണ് നിന്നിട്ടുള്ളത്. ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും പറയുന്ന പോലെ അത്രയും മോശപ്പെട്ട സാധനമൊന്നല്ല. നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്ന ആൾക്കാർ. പിന്നീട് സുരേഷ് ഗോപി നായനാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. VS നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ള ആളാ. MN ഗോവിന്ദൻ നായർ, PK വാസുദേവൻ നായർ CPIയുടെ മുഖ്യമന്ത്രിയായിരുന്നു. C അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നു. E ചന്ദ്രശേഖരൻ നായർ മന്ത്രിയായിരുന്നു CPIയുടെ. പാലോളി മുഹമ്മദ് CPMന്റെ മന്ത്രിയായിരുന്നു. PK ഗുരുദാസൻ CPMന്റെ മന്ത്രിയായിരുന്നു. ഇപ്പൊ ആലത്തൂർന്ന് ജയിച്ചിട്ടുള്ള K രാധാകൃഷ്ണൻ CPMന്റെ 2 തവണ മന്ത്രിയായി, 1 തവണ സ്പീക്കറായി. ഇവരൊന്നും മോശപ്പെട്ട സഖാക്കളല്ല. ശൈലജ ടീച്ചർ കുഴപ്പമില്ല. പക്ഷെ ശൈലജ ടീച്ചർ ഇപ്പൊ പോയിട്ട് കാണിച്ചിട്ടുള്ള മുഴുവൻ തോന്നിയ അസ്തിയായി എതിർപ്പാ.
പോളോ വീഡിയോ, മറ്റേ വീഡിയോ കാഫർ, മറ്റേ തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇമേജ് മുഴുവൻ അവർ കളഞ്ഞു. ഈ ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെടുത്ത ആത്മഹത്യാപരമായ തീരുമാനത്തിന്റെ പുറത്ത് എന്താണോ കാരണഭൂതൻ ഇച്ഛിച്ചത് അത് ഇവർ നടപ്പിലാക്കി കൊടുത്തു. അഖ്യണി ആ ട്രാപ്പ് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. രാധാകൃഷ്ണൻ പറഞ്ഞിട്ടില്ല. രാധാകൃഷ്ണനൊക്കെ നാളെ ഇവിടെ വേറെ രീതിയിൽ നിൽക്കേണ്ട ആളാ. മന്ത്രിസ്ഥാനത്താണ് പറഞ്ഞിരിക്കുന്നത് MP ആയിട്ട്. മൂലയ്ക്കാക്കിയതാ മരുമോന്റെ വഴിയെന്ന് എളുപ്പാക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോ ഈ ബുദ്ധിയില്ലാത്ത ടീമിന് അതൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല ഇതിനകത്തെ ചതിപ്രയോഗം എന്താണെന്നുള്ളത്. എന്തായിരുന്നാലും ഇവരിപ്പോ പോയിട്ട് പറ്റിയിട്ടില്ല. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിനക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് സംസാരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. സുകുമാർ അഴീക്കോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു കോൺഗ്രസ്സുകാരനായിട്ട് മരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ എനിക്ക് മുമ്പേ കോൺഗ്രസ് പാർട്ടി മരിച്ചുപോയി, അതുകൊണ്ട് ഞാൻ കോൺഗ്രസ്സുകാരനല്ല. ഇപ്പോൾ എനിക്ക് തന്നെ പറയാനുള്ളൂ, കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തന്നെ മരിക്കണം തന്നെയായിരുന്നു ആഗ്രഹം. കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തന്നെയാണ് വളർന്നത്, അങ്ങനെ തന്നെ വളർന്നത്. അത്രയും ദുർഘടം പിടിച്ച വഴിയിൽ മുസ്ലിം ലീഗിന്റെ കോട്ടയ്ക്കകത്ത് അവിടെ എന്താ പറയാ ശാരീരികമായ ആക്രമണ ഭീഷണികൾ ഉണ്ടാവുമ്പോൾ പോലും അതിനെ വരെ പ്രതിരോധിച്ച്, അതും ആ വാർഡിനകത്ത്, ചിറാമുത്ത് വാർഡ് എന്ന് പറയുന്നൊരു വാർഡുണ്ട് എന്റെ പഞ്ചായത്തിനകത്ത്. എന്റെ ഒറ്റ വീടുള്ള ക്രിസ്ത്യൻ വീട്. അവിടെ നമ്മൾ ആൾക്കാരെ സംഘടിപ്പിച്ച് പ്രതിരോധിച്ച് ഇങ്ങോട്ട് തൊട്ടാൽ വിവരം അറിയുന്നുള്ള മട്ടിൽ തന്നെ പറഞ്ഞ് അങ്ങനെയൊക്കെ തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. നമ്മൾ ആരെ അനാവശ്യമായിട്ട് തൊടാൻ പോയിട്ടില്ല. ഇങ്ങോട്ട് ചൊറിയാൻ വന്നവരോട് നമ്മൾ പല രീതിയിലും മുട്ടിയിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ലേ. അത് കഴിഞ്ഞിട്ട് 18 വയസ്സിൽ DYFIയുടെ മേഖലാ സെക്രട്ടറി ആവുന്നു. അന്ന് ഞാൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുക. അന്ന് ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനാവുന്ന അതിന് ശേഷം DYFIയുടെ മേഖലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ SFIന്ന് വിടുന്നു. പിന്നീട് CPMന്റെ ലോക്കൽ കമ്മിറ്റിയിൽ വരുന്നു 21 വയസ്സിൽ. ജില്ലയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ DYFIയുടെ മേഖലാ സെക്രട്ടറിയും ഇതുമായിട്ടാണ് വരുന്നത്. ഇത് ഞാൻ എപ്പോഴും പറയുമ്പോൾ വെച്ചാൽ ഓർമ്മപ്പെടുത്താനാ. പക്ഷെ ഞാനിപ്പോ പറയുന്നത് സുകുമാർ അഴീക്കോട് പറഞ്ഞ അതേ വാക്കാ. കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് മരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നില്ലാന്നേ. ഏതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് എനിക്ക് പറയാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി കൊണ്ടു നടക്കുന്ന ഏതെങ്കിലും പാർട്ടിയുടെ പേര് പറയാൻ പറ്റുമോ? CPMന് എന്ത് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി? CPM എന്താ ബാക്കിയുള്ള പാർട്ടി എന്നുള്ള വ്യത്യാസം? ഇന്ന് ഏറ്റവും വലിയ മുതലാളിത്ത പാർട്ടിയായിട്ട് മാറിയിട്ടുള്ള CPM അല്ലേ. ഞാൻ പറയുന്നത് കോൺഗ്രസ്സുകാരും ലീഗുകാരും BJPക്കാരും ഫാർ ബെറ്ററാ. പിന്നെ CPMന് പറ്റിയ നോട്ടെണ്ണുന്ന മെഷീനൊക്കെ ഉള്ള, അതേപോലെ കോടയൊക്കെ പേടിക്കുന്ന ആളെ ആളുടെ മോനെ പിടിച്ച് കൂട്ടത്തിൽ കൊണ്ടുവന്നു. എന്നിട്ട് അയാളെ കോഴമാണിന്ന് വിളിച്ചാൽ ഇവര് 50 കോടി രൂപ അയാൾക്ക് സ്മാരകം ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തു. നാണല്ലേ അവന്മാർക്ക്? ഈ കാരണഭൂതന് അപ്പം മാഷൊക്കെ പോയിട്ട് തൂങ്ങിച്ചത്തൂടെ ഞാൻ ചോദിക്കുന്നത്. നാണം കെട്ടവന്മാര്, വിവരദോഷികള്, അധികാരത്തിന് വേണ്ടി എന്ത് വിട്ടുപിടിച്ചും ചെയ്യുക, എന്തോ തോന്നിയാസം കെട്ടുക. ആന്റണിയും കരുണാകരനും പോലും ഇത്രയും ഉണ്ടായിട്ടില്ല. കരുണാകരൻ 95 മന്ത്രിസ്ഥാനം മാറി സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ വിട്ടുമാറി പോയിട്ടുണ്ട്. എന്നെ കൊണ്ട് പണിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വ്യവസായ മന്ത്രിയായിട്ട് കേന്ദ്രത്തിൽ പോയി. ആന്റണി 2004 തോൽവി വന്നപ്പോൾ ആന്റണി സ്വയം എടുത്ത തീരുമാനമാണെന്ന് ആന്റണി എന്നെ പറഞ്ഞിട്ടുണ്ട്. ആന്റണി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. പകരമായിട്ട് ഉമ്മൻചാണ്ടി ആരാ പിൻഗാമിയായിട്ട് വേണ്ടെന്ന് വെച്ചപ്പോൾ ഉമ്മൻചാണ്ടി കൊണ്ടുവരാൻ പറഞ്ഞു. ആ ഒരു ഉളുപ്പെങ്കിലും ഈ കാരണഭൂതനും അപ്പമാഷ്ക്കൊന്നുമില്ലോ. രണ്ടുപേരും ഉത്തരവാദികളല്ലേ. അപ്പമാഷ് കാരണഭൂതനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ ഈ തോൽവിയുടെ ക്രെഡിറ്റ് കാരണഭൂതന്റെ മോൾക്കും അപ്പമാഷ മോനും ഒക്കെ ഒരേപോലെയല്ലേ. പിന്നെ 8 പൊട്ടും തിരിയാത്തൊരു സാധനമുണ്ട് തിരുവനന്തപുരത്ത്. ഇപ്പൊ എനിക്കെതിരെ കേസ് നടത്താൻ നിൽക്കുക. ഞാൻ ശരിയാക്കി കൊടുക്കും. ഞാൻ വെറുതെ ഒക്കെ ഒന്നുമില്ലേ. ഉള്ളിൽ പോയി കിടക്കേണ്ട വന്നാലോ. ഇത്രയും കളിച്ചല്ലോ, ഇത്രയും സ്വാധീനം ഉണ്ടല്ലോ. എന്താ നടന്നേ? ബാക്കിയുള്ളത് നോക്കും, കേസും നടത്തും. എനിക്ക് ഒരുപാട് പേര് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓഫർ നടത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് ലീഗൽ ഹെൽപ്പ് ഓഫർ നടത്തിയിട്ടുണ്ട്. ഇവരെന്താ കരുതി? ഇവര് പറയുന്ന ഏറാമൂളികള്, ഈ റഹീം മറ്റോന് മറിച്ചോനെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറെ പൊട്ടന്മാരുണ്ട്. അവര് പറയണത് പോലെ ഇവര് പറയണത് ഇങ്ങനെ ഈ ക്യാപ്സൂൾ വിഴുങ്ങിയിരിക്കുന്ന ആളല്ല ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നവനാ. എനിക്ക് സംഘടനയുടെ പിൻബലമില്ല. ഒറ്റയ്ക്ക് നിൽക്കുന്നവനാ. എന്നാലും ഇവരോട് ഫൈറ്റ് ചെയ്യാന്നുള്ള നല്ല ധൈര്യത്തിൽ തന്നെ നിൽക്കണേ. ഒരു ഇഞ്ചിൽ പോലും തോറ്റു കൊടുക്കില്ല. ഇവർക്ക് തോൽപ്പിക്കാൻ കഴിയില്ല, കൊല്ലാനേ പറ്റുള്ളൂ. അതാണ് ഇവരെ പ്രശ്നം. TPF വന്നത് അതുകൊണ്ടാ. ഇത് തോന്നിവാസം. ഇവരാരെങ്കിലും മൂലധനം വായിച്ചവരുണ്ടോ? ഇവര് വല്ല പമ്മലങ്ങാനും വല്ല മൂലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വായിച്ചിട്ടുണ്ടാവും തെമ്മാടികള്. അല്ലാതെ മൂലധനം വായിച്ചിട്ടുണ്ടോ? ദസ് ക്യാപിറ്റൽ വായിച്ചിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ടോ? ഇനി വായിച്ചെങ്കിൽ തന്നെ ഇത് 150 കൊല്ലം മുമ്പ് ഇവരെഴുതിയതാ. ഈ മാർക്സ് എംഗൽസും കൂടി അന്ന് രണ്ടുപേരും അത്യാവശ്യം എന്താ പറയാ, ഈ ബാക്കിയുള്ള നമ്മൾ പറയാറില്ലേ, എക്സ്ട്രീംലി എസെൻട്രിക് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന, അനാർക്കിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന കുറെ ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു, കുറെ വീക്ക്നെസ്സുകൾ ഉണ്ടായിരുന്നു, കുറെ ദുശീലങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് സാധനം വലിച്ചിട്ട് എഴുതിയതാ. അവിടെ ഇത് ലീഗലാ. ഇവിടുത്തെ വരിയല്ല ഈ കഞ്ചാവ് കുന്തെന്നൊക്കെ പറയണേ. അവിടെ ലീഗലാ. അവനോട് ആവശ്യത്തിന് ഉപയോഗിക്കാം.
അങ്ങനെ വന്ന് പിന്നെ വീട്ടിൽ വേണമെങ്കിൽ വളർത്താം. അങ്ങനെയുള്ളത് എടുത്ത് സാധനം ഇതെല്ലാം വലിച്ചിട്ട് ഇങ്ങനെ എഴുതിയ സമയത്ത് അവര് നോക്കിയിട്ടുള്ളത് അവിടുത്തെ കാലാവസ്ഥയാ, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാ, അവിടുത്തെ തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാ. അവിടെ ഈ ജാതി സമ്പ്രദായം ഒന്നുമില്ല. ഇന്ത്യയിലെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള സാധനമേ അല്ല ഇത്. ഇത് ഇന്ത്യയിൽ അതേപടി ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ബുദ്ധിയില്ല എന്നേ പറയുള്ളൂ. ഇപ്പൊ നമ്മൾ പറയാണ് പിന്നെ സ്വിറ്റ്സർലൻഡിൽ എല്ലാവരും ജാക്കറ്റ് ഇട്ട് നടക്കുന്നു. അതുകൊണ്ട് പിന്നെ സ്വിറ്റ്സർലൻഡിന്റെ ഒരു പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ജാക്കറ്റ് ഇടണം. ഇത് പൊതു താല്പര്യാർത്ഥം പറയണതാ. ഇവിടെ ചൂടുള്ള പ്രദേശത്ത് വന്നിട്ട് ഗൾഫിലെ വാക്കിലെടുത്ത് പോയിട്ട് എല്ലാവരും ജാക്കറ്റ് ഇട്ട് നടക്കണം എന്ന് പറയാൻ പറ്റുമോ? അവിടെ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലുണ്ട്. ഇമാതിരി വിട്ടിത്തരാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. യാതൊരുവിധ രീതിയിലുമുള്ള അനിൽ നടുവേലി ഇയാൾ ആരാണ്, മരപ്പൊട്ടൻ എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ എന്നെ കൗണ്ടർ ചെയ്യാൻ പറ്റുമെങ്കിൽ കമന്റ് ഇടൂടെ. ഞാൻ പറഞ്ഞ ആർഗ്യുമെന്റിനകത്ത്, ഞാൻ പറഞ്ഞിട്ടുള്ള വിഷയത്തിനകത്ത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് അതിനെ പിന്നെ ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളെ അക്കമിട്ടുകൊണ്ട് നിങ്ങൾ കൗണ്ടർ ചെയ്യേ, നിങ്ങൾ ഡിഫെൻഡ് ചെയ്യേ. അല്ലാതെ ഇയാൾ ആരാണ് മരപ്പൊട്ടൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മരപ്പൊട്ടൻ എന്ന് വിളിക്കാനും നിങ്ങൾക്ക് കാഫർ പ്രയോഗം ഉണ്ടാക്കാനും നിങ്ങൾക്ക് പിന്നെ ആൾക്കാരെ തെറി വിളിക്കാനും ഒക്കെ അറിയുള്ളൂ. അത് നിങ്ങളുടെ ആൾക്കാരുടെ മൊത്തം പ്രശ്നം. പരനാറി എന്ന് വിളിക്കാനും ക്ഷുദ്രജീവി എന്ന് വിളിക്കാനും നികൃഷ്ടജീവി എന്ന് വിളിക്കാനൊക്കെ അറിയുള്ളൂ. അല്ലാതെ 5 പൈസയുടെ ബുദ്ധി വേണോ? ഞാനിപ്പോഴും ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കണേ. ഞാൻ നിങ്ങളുടെ കത്തിയെടുത്ത് വരാനൊന്നും നിന്നിട്ടില്ല. ഞാൻ ഒരാളെടുത്തും അങ്ങനെ പോയിട്ടില്ല. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പൊ അത് അന്നത്തെ കാലത്തും അന്നത്തെ പ്രായത്തിലും ഇപ്പൊ അതിനോട് പോലും യോജിപ്പില്ല. എങ്ങനെയെങ്കിലും ക്ഷമിച്ച് പിന്നെ വിടുക എന്നുള്ളതാണ് നാം കാണുന്നത്. അല്ല, നിങ്ങൾക്ക് എന്ത് ഈ അനിൽ നടുവേലി എന്നൊക്കെ പറഞ്ഞ ആൾക്ക് എന്ത് വിവരമാണ് എന്നാ ചോദിക്കണേ. ഇയാളാണ് മരപ്പൊട്ടൻ. സാറൊരു കാര്യം ചെയ്യൂ. ഞാൻ സാറേനെ വിളിച്ച കേട്ടോ. സാറൊരു കാര്യം ചെയ്യൂ. സാർ ഞാൻ പറഞ്ഞ ഇത്രയും നേരം പറഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ എങ്ങനെ കൗണ്ടർ ചെയ്യും? ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുകൾ എവിടെ? നിങ്ങൾക്ക് ഇതിനകത്ത് കമന്റ് എഴുതി വാദിച്ചു ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ ഇറക്കും. അത് ചെയ്യേ. ഇതിനൊന്നും അറിയാതെ ഇപ്പൊ പിന്നെ റഹീം തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ 2022 ഇരുന്നിട്ട് ജോറാണേ പിന്നെ എന്താണ് ജോസഫ് ജോറാണേ എന്ന് പാട്ട് പാടി. എന്നാ ഞാൻ കരുതി പൊട്ടൻ നിന്നാ ഈ പാട്ടൊക്കെ നിർത്തും. ഗാനമേള രമ്യ ഹരിദാസിന്റെ പിന്നെ ഈ സംഗീതബോധവും കാര്യങ്ങളൊക്കെ നാടൻ പാട്ടായതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആലത്തൂർ തോറ്റെങ്കിലും പാട്ടൊക്കെ പാടാനേ പറ്റുള്ളൂ, അല്ലാതെ വേറെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പറ്റില്ല. അതുകൊണ്ടാണ് നാട്ടുകാർ തോപ്പിച്ചത്. അതുകൊണ്ടാണ് ആ രാധാകൃഷ്ണൻ ജയിച്ചത് ഇത്രയും വലിയ UDF ഫ്രണ്ടിലും. അതേപോലെ ഇത്രയും അധികം പിന്നെ BJP ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടാണ് പിടിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ വോട്ട് ഷെയറിംഗ് നടന്നിട്ടുള്ളത്. ആലത്തൂരിൽ പോലും BJPയുടെ വോട്ട് കിട്ടി. പക്ഷെ കോൺഗ്രസിന്റെയും UDFന്റെയും വോട്ട് പ്രത്യേക്ക് പോയി രമ്യക്ക്. അപ്പൊ ഞാൻ കരുതി പിന്നെ ഇപ്പം നിർത്തുന്നു കരുതി. ഇവൻ ഇപ്പൊ തേണ്ട് ആറ്റിങ്ങിൽ പോയിട്ട് പാട്ട് പാടിയിരിക്കുക. ഞാനത് നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ കേൾപ്പിച്ചു തരാം. ജോറാണേ വി ജോയി ജോറാണേ ആറ്റിങ്ങേലിൽ ജോറാണ്. ഇവനെ പറ്റിയെന്ന് വെച്ചാൽ ഒരു സർവകക്ഷി. എന്തായാലും ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയാണ് പിണറായി വിജയന്റെയും സീതാറാം യെച്ചൂരിയുടെയൊക്കെ നേതാവ് ആണല്ലോ. അതിൽ സംശയമൊന്നുമില്ലല്ലോ. അവരുടെ നേതാവ് രാഹുൽ ഗാന്ധിയല്ലേ. ഇവിടെ വയനാട്ടിൽ അവർ എതിരായിട്ട് മത്സരിച്ചെങ്കിലും രാഹുൽ ഗാന്ധിയാണ് നേതാവ്. രാഹുൽ ഗാന്ധി കീജി എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. കേരളത്തിനപ്പുറത്തുള്ള എല്ലാ സംസ്ഥാനത്തും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് പോസ്റ്റർ അടിച്ചിട്ടാണ് ഇവർ പ്രചാരണം നടത്തിയത്. അതുകൊണ്ട് കാര്യം ചെയ്യും. രാഹുൽ ഗാന്ധിയായിട്ട് കൂടിയിട്ട് സീതാറാം യെച്ചൂരിയും പിണറായി വിജയനെ കൂടി ആലോചിച്ചിട്ട് റഹീമിനെയും രമ്യ ഹരിദാസിനെയൊക്കെ വെച്ചിട്ട് പണ്ട് നമുക്ക് ഇവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്നത്തെ നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ PKBയും CH മേനോനും MN ഗോവിന്ദൻ നായരും VS അച്യുതാനന്ദൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ അവശതയിലാണ്. ഇവരുടെയൊക്കെ സമയത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകർഷിതമായിട്ട് നമ്മളൊക്കെ ഇതിലേക്ക് വരണേ. എന്റെ പപ്പ ഇതിലേക്ക് വരണേ. അന്നത്തെ കാലത്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നൊക്കെ അങ്ങനെ വരുന്നത് അങ്ങനെയാ. നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് തുടങ്ങിയതാ. എന്നിട്ട് അപ്പൊ ഇവർ കാര്യം ചെയ്യും. ഇവര് KPSC നാടക സമിതി ഉണ്ടായിരുന്നല്ലോ. അതേപോലെ തന്നെ ഒരു ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഗാനമേള ട്രൂപ്പ് തുടങ്ങുക. എന്നിട്ട് ഈ രമ്യയും ഈ റഹീമിനെ പാട്ട് പാടാൻ വിടുക. അവനെ രാജ്യസഭയിലല്ല വിടേണ്ടത്. പറഞ്ഞാൽ കൂടി പോകുന്നുള്ളതുകൊണ്ട് അധികം പറയണില്ല. ഇവര് തിരുവനന്തപുരത്തെ സാധനം കൊല്ലത്തൊരെണ്ണമുണ്ട് ഒരു ചിന്ത. ഇങ്ങനെ കുറെ സ്ഥലത്തുണ്ട് ഓരോന്ന്. എന്തൊക്കെ വിവരക്കേടെ വിളിച്ച് പറയാന്നറിയില്ല. കണ്ടോന്റെ പറമ്പിലെ വാഴക്കല വെട്ടിയിട്ട് വേറെ ആക്കി കൊടുക്കുക. കവിതയാണെങ്കിലും ഞാൻ സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞതാ. ഇതൊക്കെയാണ് ഇവരെ കലാപരിപാടി. എല്ലാവരും ഡോക്ടർമാരാ. ഷാഹിദാക്കന്മാരെ ഡോക്ടറാ, ചിന്തായറോ ഡോക്ടറാ, TLC ഡോക്ടറാ, തോമസ് ഐസക് ഡോക്ടറാ. എല്ലാവരും ഡോക്ടർമാരാ. എല്ലാം ഡോക്ടറേറ്റ് എടുത്തതാ. ഓക്കെ, ശരിയെന്നാ. അബ്ദുൾ സമദ് തത്തൂർ, എനിക്ക് സാജൻ സ്കറിയയ്ക്ക് പഠിച്ച പോലെയുള്ള കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ മാനേജ് ചെയ്യും. അബ്ദുൾ സമദ് നിങ്ങൾ ദയവീത് അബ്ദുൾ സമദ് സാഹിബ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
രണ്ടും കൽപ്പിച്ച് തന്നെ അതിനിറങ്ങിയിട്ടുള്ളത്, രണ്ടും കൽപ്പിച്ചിറങ്ങിയിട്ടുള്ളത്, അല്ലാതെ വെറുതെ അല്ല. അബ്ദുൾ സമദ് എഴുതിയിട്ടുള്ള മൊത്തം മെസ്സേജ് അത് രാജേട്ട കേസും നിയമ നടപടിക്കും ഒരുങ്ങിയിരുന്നുള്ളൂ. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പാടിയാൽ സാജൻ സെക്രട്ടറിക്ക് പഠിച്ചാൽ പഠനം, ബാക്കി കിടക്കുന്നേ ഉള്ളൂ. വരട്ടെ വരട്ടെ, കാര്യങ്ങൾ വരട്ടെ. വരുമ്പോഴല്ലേ നമ്മൾ അങ്ങനെ ഇത് പേടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗത് സിംഗ് പിന്നെ മിണ്ടാണ്ടിരുന്നാൽ പോരായിരുന്നോ? ഭഗത് സിംഗ്, എനിക്കിപ്പോ 46 വയസ്സുണ്ട്, ഞാൻ ഒറ്റയ്ക്കുമാണ്, വേറെ ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, മക്കളില്ല, ഭാര്യയില്ല, ഒന്നുമില്ല. 2 അനിയത്തി വരേണ്ട, അവർ രണ്ടുപേരും സെറ്റിൽഡാണ്. ഒരാളുടെ ഹസ്ബൻഡ് പിന്നെ ഗൾഫിലാണ്, ഒരാളുടെ ഹസ്ബൻഡ് ഡോക്ടറാണ്, ഒക്കെയാണ്. അവരെ വഴിക്ക് പോയിക്കോളും. പപ്പയും മമ്മിയും മരിച്ചും പോയി. എനിക്ക് ബന്ധു നോക്കാനാ ഇവരോടൊക്കെ പിന്നെ മത്സരിച്ച് നിൽക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് തല്ലാനും കൊല്ലാനും പറ്റും, അതേ പറ്റുള്ളൂ. വേറെ എന്ത് ചെയ്യാൻ പറ്റും ഇവരെ കൊണ്ട്? ഇവർക്ക് ഇതല്ലേ ശീലമുള്ളൂ. ഓക്കെ, ഈ വിഷയത്തിൽ ഇനിയും വീണ്ടും പിന്നെ ഇതായിട്ട് വരും. ഇവരെ കുറെ ഈ വർഗീയതയായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. താനി തോന്നിയ ദിവസം പിന്നെ ഇപ്പം ഇന്ന് മറ്റേ KG അബ്രാമിനെതിരെ കുവൈറ്റിലെ അതിൽ പിന്നെ CM ഇടതോർത്താനം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നാളെ ചാനലിൽ ചെയ്യാൻ എഴുതിയിട്ടുണ്ട്. സ്മാർട്ട് പിക്സ് മീഡിയ, SMARTPIX സ്മാർട്ട് പിക്സ് മീഡിയയിൽ അതിൽ ഞാൻ ഇടയ്ക്ക് സ്റ്റോറി ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ എന്റർടൈൻമെന്റ്സ് ആണ് വരുന്നത്. ഞാൻ മാത്രമാണ് പൊളിറ്റിക്കൽ സ്റ്റോറീസ് ചെയ്യുന്നത്. ഞാൻ അവരെ മാർക്കറ്റിങ്ങിന് വേണ്ടി വന്നതല്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ ഇവിടെ എന്റെ സ്റ്റോറി കാണാത്ത സ്റ്റോറിയെ കുറിച്ച് ഞാൻ പറയുമ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവുമല്ലോ, ഇയാൾ നുണ പറയുകയാണെന്നുള്ള. അങ്ങനെയല്ല, എന്നാലും ഇത് സൂചിപ്പിക്കാൻ ഞാൻ സൂചിപ്പിക്കാം. ഇപ്പൊ ആന്തോ സാജൻ എന്ന് പറയുന്ന അപ്പം മാഷിലെ ഭാര്യ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്ന പിന്നെ മുനിസിപ്പാലിറ്റിക്കകത്താണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നേ. 10-15 വർഷം പിന്നെ വിദേശത്ത് പോയിട്ട് 10 വർഷം പണിയെടുത്ത് ഉണ്ടാക്കിയ പൈസയ്ക്ക് ഒരു കൺവെൻഷൻ സെന്റർ കൊണ്ടിട്ട് ഇവന്മാർ അതിന് അനുമതി കൊടുക്കണില്ല. ഉള്ള പൈസ എല്ലാം മുടക്കി കഴിഞ്ഞിട്ട് ഇവർക്ക് കൈക്കൂലി ആവശ്യത്തിന് കിട്ടുന്നില്ല. അപ്പം മാഷം മോൻ തനി തോന്നിയാസം കാണിച്ചിട്ടാണ് ഒരു കുടുംബം കലക്കിയത്. ആ സിനിമാ ഡയറക്ടറെ ഭർത്താവ് പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാ, ചെന്നൈ ഷർഷാദ്. അതുകൊണ്ടാണ് അപ്പമാഷും കാരണഭൂതനും തമ്മിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത്. കാരണഭൂതന്റെ മോളും കള്ളിയാണ്, അപ്പമാഷ മോനും കള്ളനാ, അപ്പമാഷ മോൻ കൂട്ടിക്കൊടുപ്പുകാരനും കൂടിയാണ്. അതുകൊണ്ടാ ഇവരെന്താ ചെയ്യാൻ കരുതി വെച്ചാൽ ചെയ്യട്ടേന്നേ. എന്തായാലും ഞാൻ ചത്തു കഴിഞ്ഞാൽ ഈ വിഷയം അടക്കി പോകുന്നില്ലല്ലോ, ആരെങ്കിലുമൊക്കെ പൊക്കെടുക്കുമല്ലോ. ഇവരെ പഴയ മാതിരിയുള്ള പരിപാടി നടക്കില്ല എന്നുള്ളവർക്ക് ബോധ്യമായല്ലോ. കാഫർ പ്രയോഗം പൊളിഞ്ഞില്ലേ? വർഗീയത, തനി വർഗീയത പ്രചരിപ്പിക്കുന്നത്. മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇവരല്ലേ കൊണ്ടുപോയത് TP ചന്ദ്രശേഖരന്റെ കൊല്ലാൻ നോക്കിയത്. അത് കൊന്നിട്ട് അത് മുസ്ലിങ്ങളുടെ പേരിലേക്ക് ഇടാനല്ലേ നോക്കിയത് ഇവര്. ഫസലിനെ കൊന്നിട്ട് പിന്നെ ഫസലിന്റെ ചോരയുള്ള തുണി അവിടുത്തെ പിന്നെ RSS നേതാവിന്റെ വീടിന്റെ മുമ്പിലേക്ക് ഇട്ടിട്ട് അവിടെ ഒരു കലാപം ഉണ്ടാക്കാനല്ലേ നോക്കിയത്. ഹിന്ദു മുസ്ലിം കലാപം, ഇപ്പുറത്ത് ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ. ഒരിടത്ത് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തു, ഒരിടത്ത് ക്രിസ്ത്യാനികളെ ടാർഗറ്റ് ചെയ്തു. കരീം ഖാൻ എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ വോട്ട് പിടിക്കാൻ നോക്കി. കാഫർ പ്രയോഗം മറ്റൊരു നടത്തി എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കളെ വോട്ട് പിടിക്കാൻ നോക്കി. എവിടെ നടന്നു, എവിടെ വിജയിച്ചു? മുസ്ലിം വോട്ടുകൾ പിന്നെ മൊത്തം ബ്ലോക്കായിട്ട് UDF പോയി. ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു വിഭാഗം കുറച്ചൊക്കെ UDF കിട്ടി, ഒരു വിഭാഗം BJPക്ക് അനുകൂലമായിട്ട് പല മണ്ഡലങ്ങളും നിലപാടെടുത്തു. ഈഴവ വോട്ടുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നെ കൈയിൽ തന്നെ നിന്ന ഈഴവ വോട്ടുകൾ, അതേപോലെ പിന്നെ ദളിത് വിഭാഗത്തിൽപ്പെട്ട വോട്ടുകൾ, ഷെഡ്യൂൾഡ് ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട വോട്ടുകൾ, അതും BJPയിൽ ഒരു ഭാഗം പോയി. BJPക്ക് നിലവിലുള്ള വോട്ട് നഷ്ടമുണ്ടായിട്ടില്ല എവിടെയും. UDF നിലവിലുള്ള ഭൂരിപക്ഷം ചരിത്ര ഭൂരിപക്ഷമായിട്ട് മാറി. ഹൈബിക്ക് എന്ത് ഭൂരിപക്ഷ? നഷ്ടം ഉണ്ടായത് ഇവർക്ക് മാത്രമാ. ആലത്തൂർ ജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പാട്ടും പാടി പിന്നെ മണ്ഡലത്തിൽ പണിയെടുക്കാതെ നടന്നതിന്റെ ഭാഗമായിട്ടാ. ഇല്ലെങ്കിൽ അവിടെ അവർ ജയിക്കുന്നു. തൃശ്ശൂർ പിന്നെ ഇദ്ദേഹം ഒരു പാവമാണെന്നുള്ള എല്ലാവർക്കും അറിയാലോ. വാ തുറക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ അറിയാതെ അബദ്ധങ്ങളൊക്കെ പറ്റുന്നുണ്ട്. കാരണം ഒരു പൊളിറ്റീഷ്യൻ അല്ല, അതിന്റെ ഭാഗമായിട്ട് ഒരു വലിയ മനസ്സും വലിയ ശരീരവും കുഞ്ഞു മനസ്സൊക്കെ ഉള്ള ആളാണ്, അതിന്റെ ഭാഗമായിട്ടുള്ള. പക്ഷെ എന്നാലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് അദ്ദേഹത്തെ താല്പര്യമായിരുന്നു, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അദ്ദേഹത്തെ താല്പര്യമായിരുന്നു. അതുകൊണ്ടാണ് ജയിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കുക. അല്ലാതെ ഈ രാഷ്ട്രീയ വിശകലനം ഇവരിപ്പോ സ്റ്റേറ്റ് കമ്മിറ്റിയും PB ഒക്കെ കൂടിയിട്ട് പരിശോധിക്കാൻ നിൽക്കുക. എങ്ങനെ ഞങ്ങൾ തോറ്റു? താത്വികമായ അവലോകനം. എടാ, നാട്ടുകാർ വോട്ട് ചെയ്തില്ല, അതുകൊണ്ടാണ് നിങ്ങൾ തോറ്റേന്നേ. നിങ്ങളെ കയ്യിലിരിപ്പുണ്ട് തോറ്റു, അങ്ങനെ പറ. അല്ലാതെ എങ്ങനെ തോറ്റു, ഇതിൽ വലിയ ഗവേഷണം നടത്തി കമ്മീഷനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഈ പൊട്ടന്മാരായാലും പഠിക്കില്ല. ഇതിനെക്കുറിച്ച് അന്വേഷണ കമ്മീഷൻ. ഇവർക്ക് തിരിച്ചറിവില്ലാന്നേ. ആ കമ്മിറ്റിക്ക് അത്ര ഒറ്റ ഒരുത്തം പാ തുറന്ന് വർത്താനം പറയില്ല. നമ്മളൊക്കെ പ്രതീക്ഷിച്ച ചില സുഹൃത്തുക്കളായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും വരെ മിണ്ടണില്ല എന്നുള്ളത് വേറെ ആൾക്കാർക്ക് നമ്മൾ അറിയുന്നുണ്ട്. അവർ നമ്മളോട് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും, രാജൻ അറിയാനിട്ടാണെന്നൊക്കെ പറയും. പേരൊന്നും പറയാൻ പറ്റില്ല, ബുദ്ധിമുട്ടാ. കാരണം അവർക്ക് ഡാമേജ് ഉണ്ടാക്കേണ്ട എഴുതിട്ടാ. പേടിയാണ്, തിരുവായിക്ക് എതിർവായില്ല.
ആദ്യമകളെ പോലെ അവിടെ പോയിരിക്കുന്നത് സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെ. ഒരക്ഷരം ഉണ്ടാൻ പറ്റില്ല. ഇപ്പൊ അപ്പമാഷ് ബിജുവിനെ പിന്നെ മന്ത്രിയാക്കിയിട്ട് ചേലക്കരെ കൊണ്ടേ മത്സരിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. നടക്കുമോ എനിക്കറിയില്ല. അങ്ങനെ നടത്തിയാൽ അതും വൃത്തികേടാ. ഇപ്പുറത്തെ ചിലപ്പോൾ ഇവര് രമ്യേനേ ഇടും. രണ്ടും പിന്നെന്താ വെച്ചാൽ പിന്നെ രണ്ടു റോഡുള്ള ശാലത്തുനിന്ന് തോറ്റതാ. എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ ഇവര്. ഇവർക്ക് നന്നാവാൻ ഉദ്ദേശം അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യട്ടെ. ഇവരെ നന്നാക്കാനുള്ള ഉദ്ദേശമൊന്നും എനിക്കുമില്ല. ഇത് ഒന്ന് തകർന്നു പിന്നെ ഒന്ന് പിന്നെ ശരിയാവണം എന്നുള്ള അഭിപ്രായം. അഹങ്കാരം. പക്ഷേ സങ്കടമുണ്ട്. ഇവരുടെ ഈ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരുണ്ടല്ലോ, ഇവർ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ടാണ് പ്രവർത്തിക്കണതേ. കൂലിപ്പണിക്ക് പോകുന്നവൻ അവൻ പാർട്ടി ലഭ്യ കൊടുക്കും, അവൻ പാർട്ടി ബ്രാഞ്ചിൽ നിന്ന് പറഞ്ഞു നിൽക്കും, പിന്നെ പണി ഒഴിവാക്കിയിട്ട് സമരത്തിന് പോകും. തൊഴിലുറപ്പിന്റെ ആൾക്കാര്. പക്ഷെ ഇവര് മേലെ ഇരിക്കുന്നവരുടെ സ്വഭാവം ഇതല്ല. അഹങ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങേ തനിക്കലാ. ജോറാണേ ജോറാണേ അവന്റെ അമ്മൂമ്മയുടെ പാട്ട്. ഇതാണ് സ്വരാജ് കൊണ്ട് പ്രസംഗിച്ചതാന്ന് തോന്നുന്നുണ്ട്. അവന്റെ അമ്മൂമ്മയുടെ ബലൂൺ പീപ്പി എന്നൊക്കെ പറഞ്ഞില്ലേ. ജോറാണേ ജോറാണേ ജോ ജോസഫ് ജോറാണേ എന്ന് അവിടെ കിടക്കണം. 25,000 ജില്ലാന്ന് പൊട്ടി. ഇവിടെ വിജോയ് ചിലപ്പോൾ ജയിക്കുമെന്ന് ഇവരുടെ പാട്ട് കേട്ടോടുകൂടി നാട്ടുകാർ വോട്ട് ചെയ്തില്ല. കാരണം ഇവനും ആ മണ്ഡലത്തിൽ പെട്ടവനാ. ഇവനും താല്പര്യം ഉണ്ടാവില്ല മണ്ഡലത്തില്. ഇവരുടെ നിയമസഭയിൽ മത്സരിച്ച പഴയ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ബിജുവിനെയൊക്കെ എങ്ങനെയാണ് ശരിയാക്കിയെന്നുള്ളത് നന്നായിട്ട് നമുക്ക് ബോധ്യമുള്ളതാ. ചരിത്രം SFയിലും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സാധാരണ സഖാക്കളെ ബോധ്യപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അദ്ദേഹം കോവിഡ് ബാധിച്ച് മരിച്ചുപോയി. നല്ല സഖാവായിരുന്നു. അമ്മാതിരി കുത്തിത്തിരിപ്പും പിന്നെ കൂടെ ഇരിക്കുന്നവന് പാരപണിയും ഒക്കെ ചെയ്യുന്ന എല്ലാ സ്വഭാവവും കാണിച്ച വൃത്തികെട്ടവന്മാരാണെന്ന് ഈ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഇരിക്കുന്നതിൽ ഭൂരിപക്ഷവും ഒപ്പം നിൽക്കുന്നവന് പണി കൊടുക്കുക. എന്തായാലും ഈ ജി സുധാകരൻ അഴിമതിക്കാരനാണെന്ന് ആരും പറയില്ലല്ലോ. പുള്ളിയെക്കുറിച്ച് MP രാഘവനൊക്കെ ഉന്നയിച്ചിട്ടുള്ളത് പുള്ളി കുറച്ച് സൈക്കിക് ഡിസോർഡർ ഉണ്ടെന്നുള്ള. അപ്പൊ എനിക്കുണ്ട്. ആ വാട്ടറിലോട്ടുള്ളതാണ് പറയണേ. പിന്നെയുള്ള എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സ്വഭാവം പുള്ളിയുടെ കവിത എഴുത്താ. നമ്മുടെ ഈ മൂവാറ്റുപുഴ MLA അല്ലേ, അല്ല മൂവാറ്റുപുഴയല്ല, ഇവിടുത്തെ MLA കോതമംഗലത്തെ അല്ലേ, എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി കവിത എഴുതും. വഞ്ചകി നിനക്കെന്തൊരു കൊഞ്ചലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെയുള്ള ഈ വിവരക്കേടുകൾ ഇദ്ദേഹം വലിയ കവിയാണെന്നുള്ള മഹാകവിയാണെന്ന് കരുതും. ഇരിക്കുക ഉള്ളൂരിനും വള്ളത്തോളിനും ഒക്കെ ശേഷമുള്ള മഹാകവിയാണെന്നുള്ള ധാരണയിൽ നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ കവിത എഴുതി ചാനലുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കുന്നുള്ള ഒരു സത്യസന്ധമുണ്ട് ശുദ്ധ മനസ്സുകൊണ്ട് ചെയ്യുന്നതാ. ഈ ഒരു കുഴപ്പമേ ഉള്ളൂ. ഈ സുധാകരനെ അഴിമതി നടത്തിയിട്ടില്ല. ദേവസ്വം വകുപ്പും പൊതുമരാമത്ത് വകുപ്പും നന്നായിട്ട് ആണ് കൊണ്ടുവരുന്നത്. മരുമോ മന്ത്രിയുടെ മാതിരി PR ടീമിനെ വെച്ചിട്ട് ഇവിടെ എന്താ കുപ്പി കിടക്കുന്നത്, ഏത് തലേന്ന് കുപ്പി ഇടിയിക്കാൻ പറയും, എന്നിട്ട് പിന്നെ പോയിട്ട് എടുക്കുക. ഇവിടെ എന്താ റൂട്ടിൽ കുഴിയുണ്ടല്ലോ. പിന്നെ പൊതുജനം കാഴ്ചക്കാരല്ല, കാവലാളാണ്. പൊതുജനം കാവലാളാണ്. പൊതുജനത്തിന് കാവൽ ബുദ്ധി ഉള്ളതുകൊണ്ട് ആ സെക്യൂരിറ്റി ഈ നാടിനെ പിന്നെ സെക്യൂർ ചെയ്യണമെന്നുള്ള തിരിച്ചറിവുള്ളതുകൊണ്ട് പൊതുജനം കാവൽക്കാരുടെ പണി ഏറ്റെടുത്തു. നിങ്ങളിനി ഇവിടെ വേണ്ടാന്ന് തീരുമാനിച്ചു. 2026 അത് ഇതേപടി ആവർത്തിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും തിരിച്ചൊരു എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ രീതിയിലുള്ള ദയനീയമായ പരാജയത്തിലേക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെയൊക്കെ തെറി വിളിക്കുകയല്ല വേണ്ടത്. നമ്മളൊക്കെ എന്നെ പോലെയുള്ള ഒരുപാട് മനുഷ്യരുടെ ശബ്ദം പറയണേ. എല്ലാവർക്കും ഇതേമാതിരി വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഞാൻ പ്രേക്ഷകന്റെ മനസ്സിൽ നിന്നിട്ടാ പറയണേ. ഞാൻ ഒരിക്കലും അവതാരകനോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകനോ അല്ലെങ്കിൽ അങ്ങനത്തെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളോ അല്ല. അങ്ങനെ നിന്നാ പറയണേ. അങ്ങനെ നിന്ന് പറയുന്ന വാക്കുകൾക്ക് നിങ്ങൾ ചെവി കൊടുക്കണം. അവരുടെ നേരെ മെക്കിട്ട് കയറരുത്. അവരെ കൈകാര്യം ചെയ്യരുത്. അവർക്ക് ഊരുവൽക്ക് ഏർപ്പെടുത്തരുത്. നിങ്ങൾക്ക് തോന്നിവാസത്തിന് ഹർത്താൽ നടത്തുമ്പോൾ അവരുടെ വണ്ടി തടയരുത്. അവരെന്തെങ്കിലും അത്യാവശ്യത്തിന് യാത്ര ചെയ്യുമ്പോൾ അവരുടെ വണ്ടിയുടെ ടയറിന്റെ കാറ്റടിച്ചു വിടരുത്. അവരെ ഇടിക്കരുത്. അത് ഇടിച്ചിട്ട് ഇളമരം കരിയും എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞേ? സെബാസ്റ്റ്യൻ TP സെൻകുമാർ IPSന്റെ പഴയ DGPയുടെ കൂടെയുള്ള ഇന്റർവ്യൂ ഏത് ചാനലിലാണെന്ന് പറയാമോ? അതും പിന്നെ മേജർ രവിയുടെ ഇന്റർവ്യൂ ഉണ്ട്. അതൊക്കെ ചെയ്തു വെച്ചതാണ്. പിന്നെ ചാണ്ടിയമ്മന്റെ ഇന്റർവ്യൂ ഉണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് മേയർ ആര്യയുടെ അടുത്ത് പിന്നെ എന്തായാലും കേസിന് അവിടം വരെ പോയി. അപ്പൊ ആ കേസിന് പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പിന്നെ സൈബർ സ്റ്റേഷനിൽ പോയി. അപ്പൊ പോയപ്പോൾ ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് പോയി. ഇവിടുന്ന് വെളുപ്പിനെ 4 മണിക്ക് പോയി. ഞാനുണ്ടായിരുന്നു, ചാനലിന്റെ ഉടമയായിട്ടുള്ള സുഹൃത്ത് അനീഷ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി. അവിടുന്ന് പിന്നെ വേറെയുള്ള ആൾക്കാരെ അറേഞ്ച് ചെയ്തിരുന്നു. എല്ലാം ഫോൺ ചെയ്ത് സെറ്റ് ചെയ്തിരുന്നു. ചെന്നു, കേസ് പിന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യം എടുത്തു. അതിന് മുമ്പേ ഞാൻ വിളിച്ച് സെൻകുമാർ സാറിനെ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വരുന്നുണ്ട്. അതിനായിട്ടൊരു വരവ് ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നിട്ടാണ് ഇന്റർവ്യൂ നടത്തിയത്. അതേപോലെ ചാണ്ടിയമ്മനോടും പറഞ്ഞിരുന്നു. കൂട്ടത്തിൽ കെ സുരേന്ദ്രനെ കൂടെ കിട്ടണമെന്നുണ്ടായിരുന്നത്, നടന്നില്ല. അപ്പം ചാണ്ടിയമ്മൻ്റെ പുതുപ്പള്ളി ഹൗസിൽ തിരുവനന്തപുരത്ത് സഭയുള്ളതുകൊണ്ട് അവിടെയാണുള്ളത്. ഇല്ലെങ്കിൽ ചാണ്ടിയമ്മൻ ഇവിടെയാണ്, പുതുപ്പള്ളി തന്നെ ഉണ്ടാവാറുള്ളത്. പിന്നെ ചാണ്ടിയമ്മൻ്റെ അമ്മ മാത്രമേ ഉണ്ടാവാറുള്ളൂ അവിടെ. അമ്മയും പിന്നെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ ചേച്ചിയുണ്ട്. ചേച്ചി എന്നാണ് അവർ വിളിക്കാറ് കേട്ടോ. അല്ലാതെ
പേരെന്ന് വിളിക്കുന്ന രീതിയൊന്നുമില്ല. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടാണ് പെരുമാറാറുള്ളത്. ഇവരെയൊക്കെ കണ്ടുപിടിക്കണമെന്നേ. പാർട്ടി ഏതോ ആവട്ടെ, ആദ്യം മനുഷ്യനാവണ്ടേ, എന്നിട്ടല്ലേ CPM ആവണതും CPI ആവണതും ലീഗ് ആവണതും BJP ആവുന്നതും കേരള കോൺഗ്രസ് എം ആവുന്നതും കോൺഗ്രസ് ആവുന്നതും ഒക്കെ. ആദ്യം മനുഷ്യനാവണ്ടേ. എന്റെ അഹങ്കാരം. സഞ്ജു കുട്ടൻ പോടാ, എന്നെ വിളിച്ചിരിക്കുക. ഞാൻ പോയിക്കോളാം. ശരി എന്നാ, സഞ്ജു കുട്ടൻ പറഞ്ഞുകൊണ്ട് ഞാനങ്ങോട്ട് പോണു കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ തിരിച്ചു വരാം.